അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദിന്റെ ഒരു പ്രഭാഷണ ശകലം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സ്വയം വ്യാഖ്യാനങ്ങൾ കെട്ടിച്ചമച്ച് ആ പണ്ഡിതനെ തെറി പറയാനും ആക്ഷേപിക്കാനുമുള്ള വേദിയാക്കി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ ശകലത്തെ മൻസൂർ മണ്ണാർക്കാട് എന്നുള്ള ഒരു വ്യക്തി ഉപയോഗപ്പെടുത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മൻസൂറിനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ ദിവസമുള്ള പരിപാടി ഇതാണ്. എന്നും 3-4 വീഡിയോകൾ ചെയ്യണം. പണ്ഡിതന്മാരെ വളരെ അസഭ്യമായ രീതിയിലും കേട്ടാൽ അറക്കുന്ന രീതിയിലും തെറികളും മാന്യതയ്ക്ക് നിരക്കാത്ത പ്രയോഗങ്ങളും നടത്തുക എന്നുള്ളത് ഇവന്റെ സ്ഥിരം തൊഴിലാണ്. ഇവന് മറുപടി അർഹിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ചിലതൊക്കെ അതിരി കടക്കുമ്പോൾ ഒരു ചെറിയ ഡോസ് നമ്മൾ ചിലപ്പോൾ കൊടുക്കും. അത് ചെറിയൊരു ഡോസ് കൊടുത്തതാണ്. എന്റെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ കേരളത്തിൽ സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ വല്ല പഴുതും തങ്ങൾക്ക് അവരെ ആക്രമിക്കാനുണ്ടോ എന്ന് തക്കം പാർത്തിരിക്കുന്ന വഹാബി മൗലവിമാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരാരും ഈ വിഷയം വിവാദമാക്കിയിട്ടില്ല. അപ്പോഴാണ് ഒരു മണ്ണാർക്കാടുള്ള മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു വിവരമല്ലാതെ, അങ്ങനെ തന്നെ പറയാം, വിവരമില്ലാത്തവനെ വിവരമില്ല എന്ന് തന്നെ പറയാം. ഇതൊന്ന് തെളിയിക്ക്, എനിക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത്. ഇജ്ജ് മതാ പറയണത് എന്റെ തറവാട്ടത്തെ കാര്യമല്ല പറയണത്. ഇജ്ജ് മതാ പറയണത്, മതം പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വേണം. അത് ചോദിക്കന്നെ ചെയ്യും. എനിക്ക് കൊള്ളുണ്ട്, അതെനിക്ക് കൊള്ളണം. ഇത് തെറി പറഞ്ഞു, തെറി നല്ലോണം പറയണം. കാരണം അപ്പോഴേ ഇനി ആരാണെന്ന് അറിയുള്ളൂ. എനിക്ക് അഡ്രസ് ഉണ്ടോ എന്നുള്ളതും ഇത് ഏത് രീതിയിലാണുള്ളത് എന്നുള്ളതും ഒക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് തെറി പറഞ്ഞേ പറ്റുള്ളൂ. നീ കൊണ്ടുവന്ന ആ ക്ലിപ്പ് ഇന്ന് വരെ ഒരു വഹാബി മൗലവി പോലും വിവാദാക്കിയിട്ടില്ല. എന്താ ഉസ്താദ് അതിൽ പറഞ്ഞത്? എടക്കര ഭാഗത്ത് വിധൈകളുടെ പ്രബോധനവുമായി കടന്നു വന്ന് ഖുർആൻ ക്ലാസ് എന്ന ഓമന പേരിട്ട് ഖുർആൻ ദുർവ്യാഖ്യാന ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ പേരിൽ സ്ത്രീകളിലേക്ക് പതിയെ പതിയെ വഹാബിസം കുത്തിവെക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ വഹാബിസത്തിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം മനസ്സിലാക്കിയ ഒരു പണ്ഡിതൻ അവിടെ ഏത് രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കണോ ആ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കഥയാണ് ഉസ്താദ് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അതിലില്ല. മലയാളം തിരിയുന്ന ആർക്കും ആ ക്ലിപ്പ് കേട്ടാൽ തിരിയും. അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്താണ് അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? ഹൈദരലി തങ്ങൾ എന്താ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? ഈ ചോദ്യത്തിന്റെ മറുപടിയാണോ? ഈ ചോദ്യത്തിന്റെ മറുപടി നമുക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ചർച്ചയാണോ അവിടെ മൻസൂറെ വന്നത്? അല്ല. നിനക്കിത് തിരിയുന്നില്ല, മലയാളം പോലും നിനക്ക് തിരിയുന്നില്ല. അത് ഞങ്ങൾ എന്ത് ചെയ്യണം? മലയാളം ഒരു വട്ടമല്ലേ നമുക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. നീ ഒരു വട്ടം തിരിഞ്ഞില്ലേ, എന്നാ 2ാം വട്ടം പറഞ്ഞുതരാം. തെറി പറഞ്ഞോ, ഒരു കുഴപ്പമല്ല. പക്ഷെ നിന്റെ അവസ്ഥ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടേ ഈ കളി നിർത്തുള്ളൂ. എൻ്റെ ഒക്കെ തെറി കേൾക്കേണ്ടിരുന്നു കരുതിയിട്ട് തന്നെ ഇറങ്ങിയത്. ഇത് 4 തെറി അറിയുമ്പോൾ അതിന് ഞങ്ങൾ ഇതൊക്കെ കൂട്ടിച്ച് മണ്ടും തിരിച്ചില്ലടാ. നിന്നെ എടാന്ന് വിളിച്ചാൽ കുഴപ്പം. എടാന്നുള്ള വിളിയൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ എടീന്ന് വിളിക്കാൻ ഞാൻ അതാ വിളിക്കണ്ട് എന്നു പറഞ്ഞോ. അടുത്ത വീഡിയോയിലൊന്ന് പറയും എടാ എന്നുള്ളതിന്റെ പകരം ഞാനിങ്ങനെ കുറച്ച് ചെകിരിനാര് പോലത്തെ കുറച്ച് അടയാളങ്ങളൊക്കെ എന്റെ മുഖത്തുണ്ടെങ്കിലും അതൊന്നും എന്റെ ഒരു ഹക്കീക്കത്തല്ല, യാഥാർത്ഥ്യമല്ല. നിങ്ങൾ അതൊന്നും മാറ്റണം. അതൊന്നെയാണ് ഇനി ഇവിടെ വരുത്തിയത്. അത് വ്യക്തമായിട്ട് പറയും. നമ്മൾ എടീന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം. ഞാൻ ഇതുവരെ നിന്നെ അസഭ്യമായ ഒരു വാക്കും വിളിച്ചിട്ടില്ല, എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. എടീന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. ഞാൻ അത് വിളിക്കണോ എന്ന് പറഞ്ഞോ. ആണുങ്ങൾക്ക് പറഞ്ഞതാണടാ എടാന്നുള്ള വിളി. ഇതാണെന്ന് ഞാനിപ്പോഴും എനിക്ക് വക വെച്ച് തരാണ്. ഒരു മാന്യത ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട്. അതിനെനിക്ക് കുറച്ച് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷമം വെച്ച് അവിടെ വെച്ചണം. വലിയ വിഷമം ഉണ്ട് എനിക്ക് തിരിയുണ്ട്. എന്താണ് എന്റെ ബെഞ്ചിലിരുന്നിട്ടേ വാസൂർ പിടിച്ചോനെ തുള്ളണ മാതിരി എനിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല അല്ലേ? ഇത് ഈ പണ്ഡിതന്മാരെ കൊത്തി വെട്ടി തിന്നപ്പോ പലരും എനിക്ക് മറുപടി പറഞ്ഞില്ല. അവരൊക്കെ മാന്യത ഉള്ളവരാണ്. അവരൊക്കെ ദഅവത്തുമായിട്ട് പോകുന്നവർ. അവർക്ക് അവരുടേതായ പണികളുണ്ട്. നീ വളരെ വ്യക്തമായ രീതിയിൽ അവരെ ഈ സമൂഹത്തിൽ ആക്ഷേപിച്ചപ്പോൾ ഓലാരും എനിക്ക് മറുപടി പറഞ്ഞില്ല. അവനക്ക് ആവേശം മൂത്തു. ഒരു ചെറിയ ഡോസ് എന്ന പറഞ്ഞ് തുള്ളിയിലടാ. ഇജ്ജ് പോകരുത്, അന്നെനിക്ക് കിട്ടണം. ഇജ്ജ് അവിടെ ഉണ്ടോ, മണ്ണാർക്കാട് ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചത്. എനിക്ക് അതിനും കൂടി മറുപടി കിട്ടണം. വഹാബിസം, വഹാബി പാഠശാലക്ക് എന്താണ് കുഴപ്പമെന്ന് നീ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ നിനക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. നീ ആണാണെങ്കിൽ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. ഇതിന്റെ വീഡിയോ ഒക്കെ നല്ല വീക്ഷിക്കുന്നുണ്ട് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ എവിടെ എന്റെ മറുപടി? സൗറിലെ കടലും കപ്പലും വീഡിയോ ചെയ്തിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്, എണ്ണി തെളിവ് പറഞ്ഞിട്ടുണ്ട്. എവിടെ എടാ അതിന് ഈ ആണത്വം മതിയാവില്ല, അതിനെ ഈ ചെറി മതിയാവില്ല. ചെറി എനിക്കില്ല, എന്റെ ചെറി പോയിക്കണേ. ഈ വീഡിയോയിൽ എനിക്ക് ചെറിയില്ല. ഈ ഒരു ഉസിര് അതിന് മതിയാവില്ല. അതിനെ 2 അക്ഷരം വായിക്കാൻ വെക്കണം. എടാ ചങ്ങാതി, 1ാം ക്ലാസ്സിലെങ്കിലും പോയൊരു സർട്ടിഫിക്കറ്റ്. ഇത് 5ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റ് വേണ്ട, 7ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റ് വേണ്ട. 1ാം ക്ലാസ്സിൽ പോയിട്ട് അലിഫും ബാവും താവും സാവും പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വെളിവാക്കണം. ഇതൊന്ന് ചർച്ചക്ക് വാ. എന്നോട് തെറി പറയാൻ ആർക്കും വെക്കും. അതല്ല, ചർച്ചക്ക് വാ. ആണായിട്ട് ഞാൻ ഇവിടെ വെച്ച തെളിവുകളുണ്ട്, കിതാബുകൾ വായിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നീ ഗണ്ണിക്കേണ്ടത്. എന്നിട്ട് ഇതിനൊന്നും കഴിയാതെ വീണ്ടും തെറിയുമായിട്ട് വന്നിട്ടാണ്. എന്നിട്ട് അവൻ വളരെ വൃത്തികെട്ട രീതിയിൽ തെറി പറയാം. നമുക്കൊന്ന് കേട്ടോ.
നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് റഹ്മത്തുള്ള കാസിമി മുത്തേടം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു വിടുവായത്തം പറയുന്നത്. ഒരു വിടുവായത്വം റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറഞ്ഞില്ല. എന്റെ തലക്ക് വിവരമില്ലാണ് വീണ്ടും പറയുന്നത്. ഇത് കേൾക്കണമാണ്. എന്റെ തലക്ക് ഒരു വെളിവില്ല. ആ വെളിവില്ലാത്തതിന്റെ മലയാളം തിരിയാത്തവനെ വെളിവുള്ളവന് നല്ല പറയുന്നത്. ആ മലയാള ഭാഷയിൽ നടത്തിയ പ്രഭാഷണം ഒരു മൗലവി പോലും ഒരു തെറ്റ് കണ്ടുപിടിക്കാത്ത, ഒരു പൈതായിട്ട് ഉപയോഗപ്പെടുത്താത്ത ഒരു പ്രഭാഷണം വലിയ ആനത്തലായിട്ട് കൊണ്ടെടുക്കണം. അതിനെ കുറിച്ച് എന്താ ചങ്ങായി പറയാൻ? ചുങ്കത്തറയിലെ ഒരു സുന്നി പെൺകുട്ടി, ആ പെൺകുട്ടി വഹാബികളുടെ ഒരു ചോദ്യപേപ്പറുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ആ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരു ബുദ്ധിമുട്ടേ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളൂ. തന്റെ പ്രദേശത്ത്, താൻ പ്രതിനിധാനം ചെയ്യുന്ന തന്റെ പ്രദേശത്ത് തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കേട്ടുകൊണ്ട് വളരേണ്ട ഒരു സമൂഹം ചൂഷണത്തിനിരയാകുമോ, വിധൈകളുടെ ആശയത്തിലേക്ക് ചേക്കേറുമോ എന്നുള്ളൊരു പേടി ആ പണ്ഡിതനുണ്ടായിട്ടുണ്ട്. അതൊരു പണ്ഡിതൻ എന്ന നിലക്ക് പണ്ഡിതന്മാർക്ക് ഉണ്ടാകേണ്ട പേടിയാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആനാണോ അതോ മങ്കൂസ് മൗലൂദാണോ ഓതൽ ഉത്തമം അഫ്ലലി എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞിട്ട് എനിക്ക് തിരിയിട്ടാണ് ഞാനും മറുപടി പറഞ്ഞത്. ഞാൻ കിതാബ് വായിച്ചെന്നില്ലടാ, ജാനാണെങ്കിൽ മറുപടി പറയടാ. ഇയാനത്ത് ത്വാലിബി വായിച്ചെന്നില്ലേ? എന്തേ 4 തെറി പറഞ്ഞു പോയത്? ഇയാനത്ത് ത്വാലിബിയിൽ പറഞ്ഞില്ലടാ, ഓരോ പുണ്യങ്ങൾക്കും ഓരോ സമയമുണ്ട്, ആ സമയത്ത് അതാ ചെയ്യണ്ടേ. ഇവിടെ ബാങ്ക അഫ്ലലി ഖുർആൻ അഫ്ലലി ഇതൊന്ന് പറഞ്ഞ ഞാൻ ചോദിച്ച കയമ്പുള്ള ചോദ്യങ്ങളുടെ ആ ചോദ്യങ്ങൾ നീ തൊട്ടിട്ടുണ്ടോ? 4 തെറി പറയാൻ വേണ്ടിയിട്ട് നീ പഠിച്ചു വെച്ച ചെറുപ്പം മുതൽ നീ പിച്ച വെച്ച് വളർന്നത് അതിനിഷ്ഠൂരമായ രീതിയിൽ മനുഷ്യരെ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിട്ടും തെറി പറഞ്ഞിട്ടുമാണ്. അതെന്റെ സംസ്കാരമാണ്. എടാ കിതാബ് വായിച്ചില്ലടാ, അതിൽ നീ മറുപടി പറഞ്ഞ ആണാണെങ്കിൽ ഒന്ന് മറുപടി പറയടാ. ഇതിന്റെ മുന്നിക്ക് എന്നെ വെല്ലുവിളിക്കാം. ഇത് പറഞ്ഞാലും അങ്ങോട്ട് വരും, എന്നിട്ട് ബാജി ഏത് രീതിയിൽ വന്നാലും പാടില്ല. കിതാബും കൊണ്ടുപോവാ, എന്നിട്ട് നമുക്കൊന്ന് വായിക്കാം. ഒരു ലൈവ് വെച്ചിട്ട് ഇതൊന്ന് വായിക്കടാ, ഹർക്കത്തിട്ടെങ്കിലും ഒരു കിതാബും കൊണ്ടിട്ട് ഇങ്ങോട്ട് വാ. ഇത് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ? കിതാബ് വായിച്ചുകൊണ്ട് മറുപടി പറഞ്ഞില്ലേ? ഇമാമിങ്ങളെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് മറുപടി പറഞ്ഞില്ലേ? ഈ ചോദ്യം ഞങ്ങൾ ഇവിടെ ആനത്തല എവിടുന്ന ജീവൻ? ഇതൊന്നും കാണാത്തവരാണോ പണ്ഡിതന്മാര്? ഈ വിഷയത്തിൽ സമൂഹത്തെ ചൂഷണം ചെയ്യപ്പെടുന്നു. ആ ഒരു ചോദ്യം മാത്രമല്ല അവിടെയുള്ള വിഷയം. വിധേയാശയം അവരിലേക്ക് കടത്തപ്പെടുന്നു എന്ന ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആ പണ്ഡിതൻ അവിടെ ഇടപെട്ടു. അതിന്റെ പരിഹാരം എന്താ ഉണ്ടായത്? എങ്ങയെ ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സമസ്തന്റെ മുഷാവർ കൂടാ? ഏത് ചെങ്ങായിയാണ്? നീ ചെങ്ങായി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിണ്ട്. ഞാൻ ചെങ്ങായി എന്ന് വിളിച്ചു, ഞാൻ ചങ്ങായിച്ചിന്ന് വിളിക്കണ്ടി. നീ അടുത്ത വീഡിയോയിൽ പറയും ചിലപ്പോ. ഒന്നുകൂടി ഉഷാറായി. ഞാൻ വിളിക്കണില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. അതാണോ അവിടെയുള്ള പരിഹാരമായിട്ട് പറഞ്ഞത്? എവിടെയെല്ലാം വിധൈകളുടെ ക്ലാസുകൾ വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുന്നുണ്ടോ ആ ഏരിയകൾ കവർ ചെയ്തുകൊണ്ട് അവിടെ ക്ലാസുകൾ സംഘടിപ്പിക്കണം. വിധൈകളുടെ സ്വാധീനം കൂടുതൽ ഉണ്ടാകാൻ ഇടയുള്ള മേഖലകൾ പ്രത്യേകം അഡ്രസ് ചെയ്തുകൊണ്ട് ഇന്നാളുകളൊക്കെ അവിടെ പോകണം. ഇതല്ലേ അവിടെ പറഞ്ഞത്? ഇത് കേൾക്കണ ചെങ്ങായി മലയാള ഭാഷ തിരിയുന്ന ഒരു മനുഷ്യൻ എന്തെന്ന് മനസ്സിലാക്കണ്ട. ഇവിടെയുള്ള ചർച്ച ഈ ഒരു ഒന്നാമത്തെ ചോദ്യം അർശം കൂട്ടണ ഞാനത്തല ചോദ്യമാണ്. എവിടുന്ന ചെങ്ങായി ജയിച്ചു വരുന്നത്? ഏത് 1ാം ക്ലാസ്സാ പാസ്സായിക്കുന്നത്? മദർസിൽ 1ാം ക്ലാസ് ഏതായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. നമ്മുടെ സ്കൂളിലുള്ള ആ ഒരു 1ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വിടുവായുത്വം, ഈ തോന്നിവാസം, ഈ ഗീർവാണം കൊണ്ട് നീ പിന്നെയും വരുമോ ഈ വീപ്പലക്കാൻ വേണ്ടിയിട്ട്? അദ്ദേഹം വേഗം മറ്റൊരു ഭാഗത്തേക്ക് ആ ചോദ്യപേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഓടുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ഒരിക്കൽ കൂടി കാണിക്കാം. ചോദ്യപേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി ഉസ്താദ് പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ്റ്റാറ്റുകൾ ആ പണ്ഡിതന്മാരെയും ആ സാദാത്യങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണാനാണ്. അതിന്റെ അവസാനത്തെ പരിഹാരം എന്താ പറഞ്ഞത്? ഇത് എനിക്ക് ആ ക്ലിപ്പ് ഇടാൻ അത്ര മടി. ആരെ ജീപ്പ് മേടിക്കണതെന്ന്. എന്നാൽ ഒരു മൊയ്ലിയര് അയാൾ എന്നെ പറഞ്ഞ വാക്കുകളൊക്കെ അത്ര മോശമായിരുന്നു. ഞാനൊരു മോശപ്പെട്ട വാക്കു നിന്നെ കുറിച്ച് പ്രയോഗിച്ചിട്ടില്ല. ഞാൻ നിനക്ക് മുമ്പ് ഒരു പുസ്തകം പരിചയപ്പെടുത്തി തന്നിരുന്നു. അത് വായിച്ചിരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നീ വരുമായിരുന്നില്ല. ദ ബ്രെയിൻ എന്ന് പറയുന്നത് നിന്റെ മെമ്മറിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അന്ധമായ വിരോധവും പണ്ഡിതന്മാരോടുള്ള അന്ധമായ വെറുപ്പും കാരണമായിട്ട് നിന്റെ തലച്ചോറിന് രോഗം വന്നിട്ടുണ്ട്. നിനക്ക് സമനിലയില്ലാതെയാണ് നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മലയാള ഭാഷയെ പോലും നിനക്ക് തിരിയാത്ത രീതിയിൽ നീ ദുർവ്യാഖ്യാനം ചെയ്ത് നീ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ഓർമ്മപ്പെടുത്തണ്ടേ മൻസൂറെ? ഇത് ഓർമ്മപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ പണി നിർത്തണം ചെയ്യും. അതിനേക്കാൾ മോശമായിട്ട് തന്നെ ആ വേട്ടാവളിയെ ഞാൻ ഇവിടെ തുറന്ന് കാണിക്കുകയും ചെയ്യും. തലയിൽ ഒരു കെട്ടൊരു വെള്ളക്കുപ്പായിട്ട് വെച്ചിട്ടൊന്നും മൊയൻ തെച്ച് മൂല്യരാവൂല. ആ നല്ല വാക്കുകളാണ്, പരമപരിശുദ്ധമായ വാക്കുകൾ. ഇജ്ജിടുന്നതും ഇജ്ജ് കുടുന്നതും ഒക്കെ ഇജ്ജോട് പറഞ്ഞൂടെ. ഇതിനോ പണ്ട് നമ്പൂരി വന്നില്ലേ? നമ്പൂരിന് ഒരുത്തൻ തെറി പറഞ്ഞു. എങ്ങനെ കഥാവ കഥ ഡേസ് 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 ഇങ്ങനെ തെറികൾ പറഞ്ഞു. ആ ഡേസൊക്കെ പൂരിപ്പിച്ചോ? എനിക്ക് അതിനൊക്കെ എമ്പാടും പദങ്ങളെ കൊണ്ട് സമ്പന്നനാണ് ജി. എൻ്റെ അടുത്ത് ഒരു വിഷയത്തിലെ സമ്പന്നത തെറി പറയുന്ന വിഷയത്തിൽ അവിടെ പൂരിപ്പിച്ചോ. ഇങ്ങനെ നമ്പൂരിന്റെ മുന്നിൽ വന്നിട്ട് തെറി പറഞ്ഞപ്പോ നമ്പൂരി തക്കാളി
തക്കാളി, എടാ വത്തക്ക, എടാ വൈതനങ്ങ, എടാ വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങൾ ഇത്ര വലിയ തെറിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൈതനങ്ങ വെണ്ടയ്ക്ക എന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പണ്ട് നമ്പൂരി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതൊക്കെ മൻസൂറേ എന്താ പറഞ്ഞത്? നമ്പൂരി പറഞ്ഞു, അവൻ തിന്നുന്നത് അവൻ പറയുന്നു, ഞാൻ തിന്നുന്നത് ഞാൻ പറയുന്നു. അതുപോലെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ വിടുന്നതും നീ പിടിക്കുന്നതും നീ ഒഴിവാക്കുന്നതും ഒക്കെ നീ പറയുന്നു. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞൂടെ? കാരണം എനിക്ക് ചെറിയൊരു ഡോസേ തന്നിട്ടുള്ളൂ. ഇത് കുറച്ച് കാലമായി തുള്ളൽ തുടങ്ങിയിട്ട് പണ്ഡിതന്മാരെ തെറി പറഞ്ഞു. ഇത് എന്ത് തെറി പറഞ്ഞു? ഇത് മടക്കി പുട്ടി വെച്ച് കൊടുക്കും, ഞാൻ പോകില്ല. എൻ്റെ തെറി കേൾക്കേണ്ടി വരും എന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കാരണം അതാണ് നിന്റെ സംസ്കാരം. അപ്പോൾ ആ രീതിയിലൂടെയൊക്കെയാണ് നിന്റെ പോക്ക് എങ്കിൽ അതൊക്കെ ഏത് രീതിയിൽ വന്നാലും അത് കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് മൻസൂറെ ഇറങ്ങിയിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ ഇതാണ്: കാസിമി ഉസ്താദിനെതിരെ അൽപ്പന്റെ കുപ്രചരണം എന്നാണ്. ഞാൻ എന്നാടോ അൽപ്പനായിട്ട് നിന്റെ അടുത്ത് വന്നത്? എടാ ചങ്ങാതി, മതത്തിന്റെ പേരിൽ വിവരക്കേട് വളർത്തുന്ന അല്ലേ ബീഡി വലിക്കൽ ഹറാം. സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയിലല്ലേ, അതുപോലെ തന്നെ ഒരു ഇലയല്ലേ മറ്റേ നേരത്തെ പറഞ്ഞ സാധനവും. അതിൽ ബന്ധപ്പെട്ട തെറ്റ് അല്ല. പുകയില ഹലാലും കഞ്ചാവ് ഹറാമും ആവുന്നത് എങ്ങനെ? അതെങ്ങനെ? കഞ്ചാവും പുകയിലും ഒക്കെ ഹറാം തന്നെയാണ്, വലിക്കാൻ പാടില്ല. നിന്റെ മൗലവിമാരി ഞാനിവിടെ കാണിച്ചതാണ്. ഇതാണെങ്കിൽ ഒന്ന് മറുപടി അറിയാം. ഞാൻ നിന്നെ കുറിച്ച് ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. നീ വീടി വലിക്കൽ ഹറാമാണെന്ന് ഇവിടെ ഫത്വ ഇറക്കിയിട്ടില്ലേ? നീ ഇവിടെ ഫത്വ ഇറക്കിയിട്ടില്ലേ വീടി വലിക്കൽ ഹറാമാണെന്ന്? നിന്റെ മൗലവിമാർ ഈ പുസ്തകത്തിൽ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നുള്ള പുസ്തകത്തിൽ MI മുഹമ്മദ് സുല്ലമി പുകവലിക്കുന്നവർ സലഫികളോ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങളെ കേരള ജമിയത്തുൽ ഉലമയിൽ വരെ പുകവലിക്കാരുണ്ട്. ഞങ്ങളെ കേരളത്തിലുള്ള ഒരു സലഫികൾക്കും പുകവലി ഹറാമല്ല. എടാ സ്വന്തം മുജാഹിദ് വിഭാഗത്തിന്റെ വാദം പോലും മനസ്സിലാക്കാതെ ഈ കുന്തം നാട്ടി വെച്ചിട്ട് തൊള്ളി തോണിയെ വിളിച്ചു പറയുമ്പോൾ അതിനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ഫുള്ളുള്ളവനെന്നാ പറയേണ്ടത്? മാസപ്പിറവിന്റെ വിഷയത്തിൽ എല്ലാ മുജാഹിദുകൾക്കുമുള്ള അഭിപ്രായത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സ്വന്തം മതവും കൊണ്ടുവന്നില്ലേ അല്ലേ? ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രസ്ഥാനം നിന്റെ പിന്നിലുണ്ടോ? ഈ രീതിയിൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ പോലും നിലപാട് മനസ്സിലാക്കാതെ ഈ ആളും അർത്ഥമല്ലാതെ ആല് പോയ ചൈത്താനെ പോലെ തുള്ളുന്ന, ഇനി എന്നെ ചൈത്താൻ എന്ന് വിളിച്ചു എന്ന് പറയണ്ട, ഒരു ഉപമയാണ്. അങ്ങനെയാണോ എന്ന് ഇജ്ജ് ചിന്തിക്കുക. ആല് പോയ ചൈത്താനെ പോലെ തുള്ളുന്ന ഒരുത്തനോട് ഞാൻ എന്താ പറയേണ്ടത്? എന്താ ഓനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്? അല്പൻ എന്നല്ലാതെ ഫുള്ളുള്ളവനെന്നാ? അല്ല ഓന് ഡബിൾ ഉണ്ടെന്നോ ഓന് ത്രിബിൾ ഉണ്ടെന്നോ? ഇനി എൻ്റെ ഒരു അവസ്ഥയല്ലല്ലോ എനിക്കുള്ളത്. ഞാൻ ഈ അല്പനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു. മതം പറയാൻ വയ്ക്കൂല. ഒരു അറഫ് വായിച്ചു കാണിച്ചാ ആർക്കച്ചിട്ട കിതാബ് കൊണ്ടിട്ട് മുന്നിക്ക് വാ, അല്ലെങ്കിൽ ഇനി ഒന്ന് വായിച്ചു കാട്ടി. അലിഫ് ഒരു ഹർഫ്, ഒരു ഹർഫ്. ഓ എനിക്ക് അറബി അറിയുന്ന ഇങ്ങനെ വരുത്തുക. അലിഫ്ലാമീം എന്ന് പറഞ്ഞാൽ അലിഫ് ഒരു അറഫ്, ലാം ഒരു അറഫ്, മീം ഒരു അറഫ് എന്ന് തിരിഞ്ഞോ? നേരത്തെ ഖുർആൻ എന്ന് വായിച്ചതിൽ ആ ഖുർആൻ എന്നുള്ള പ്രയോഗം പോലും നടത്താൻ വയ്ക്കാതെ ആ ഖുർആന്റെ പോലീസാണ് അല്ലേ ഞാൻ എന്നെ കൃത്യമായി പഠിപ്പിച്ചത്. അതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊന്നും വീണ്ടും പറയാൻ വേണ്ടി ചിന്തിച്ചതല്ല, ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടേ പോകും. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ എന്നെ പറഞ്ഞതിനനുസരിച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട്. അന്നെ ഒന്നും പറഞ്ഞില്ല. ഇജ്ജ് പറഞ്ഞ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നതല്ലാതെ വ്യക്തിപരമായി അന്നെ ഒരു തെറിയും ഞാൻ പറഞ്ഞില്ല. കുറച്ച് റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. അതുപോലെയുള്ള ഒരു മറുപടിയാണത്. ഇനി ഇയാൾ ന്യായീകരിക്കുന്നത് റഹ്മത്തുള്ളാഹി കാസിമി ഉത്തരം പറഞ്ഞു എന്നാണ്. അത് നമുക്ക് അവസാനത്തിൽ കാണിക്കാം. ഈ വേട്ടാവളിയും പറയുന്നത് കുറച്ചുകൂടി നമുക്ക് കേൾക്കാം. എന്താ പ്രയോഗം? എനിക്കൊരു സമാധാനം കിട്ടിയില്ലേ? ഇജ്ജ് വിടുന്നത് എടുത്തു പറയുമ്പോൾ പണ്ട് നമ്പൂരി പറഞ്ഞ പോലെ എനിക്കൊരു സമാധാനം കിട്ടിയില്ലേ? അൽഹംദുലില്ലാ. 10 വട്ടം പറയും. ഒരു 10 വട്ടം ചുരുങ്ങിയത് പറയടാ, എന്നിട്ട് സമാധാനിക്കിച്ചെന്ന് ആവേശം കൊള്ളു. ആരാ ചങ്ങായി? ആരാ ചങ്ങായി ഇജ്ജ് എന്നൊക്കെ ചോദിച്ചാൽ എന്റെ വാപ്പാന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടൊന്നല്ല. ഇജ്ജ് അതും അതിന്റെ അപ്പുറം പറയും. ഇജ്ജ് പറഞ്ഞു ചെയ്തിക്കണേ. ഇജ്ജ് പറയും, ഇജ്ജെന്തിനാ പറയാക്കണേ? മടിക്കൊന്നും വേണ്ട, പറഞ്ഞൂടെന്ന്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമ്പൂരി പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളത്. പറഞ്ഞൂടെ അങ്ങോട്ട് തിരിഞ്ഞോ? എൻ്റെ ആ സോദന മുഴുവനോട് പോട്ടെ. തിരിഞ്ഞോ? അവിടെ കെട്ടിക്കിടക്കണ കുറേ ഉണ്ട്. ഞാൻ ഒന്ന് ഇളക്കിയത് തന്നെയാണ്. ഒരു സുന്നാമാക്കിയാണ് പനിക്കാൻ തന്നിട്ടുള്ളത്. ആ സുന്നാമാക്കിയുടെ കുറെ ഇളകിയാണ്. ഒക്കെ അങ്ങോട്ട് പോട്ടെ. ഇജ്ജെന്തിനെ പേടിച്ചിട്ട് പറഞ്ഞൂടെ അങ്ങോട്ട്. ഒരു മാന്യത ഉണ്ട് കേട്ടോ. ആരാ ചെങ്ങായി ഇജ്ജ്? ഏടാ പോടാ, ഇജ്ജ് എന്താടോ എന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കാനായത് എന്ന് എനിക്ക് ചോദിക്കാൻ അറിയാനിട്ടല്ല. അല്ലേ ഞാൻ എന്നെ ഷെയ്ഖേന്ന് വിളിച്ച അല്ലേ? ഷെയ്ഖിന് തന്താന്ന് അർത്ഥമുണ്ട്. ഞാൻ എന്നെ തന്താന്ന് പറഞ്ഞത് പറയണ്ട, അറബിയിൽ അങ്ങനെ അർത്ഥമുണ്ട്. അല്ല ഞാൻ എന്നെ വലിയെന്ന് വിളിക്കാം അല്ലെ? ഔലിയപ്പാപ്പാന്ന് വിളിച്ച മക്കളെ കെട്ടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് ആ പെൺകുട്ടിന്റെ വലിയാണെന്നൊക്കെ പറയും. ഞാൻ അർത്ഥത്തിലെങ്കിലും അന്നെ ഞാൻ വലിയ വിളിച്ച അപ്പൊ എനിക്ക് പോവില്ലേ? ആയിക്കോട്ടെ, വലിയ പറയട്ടെ. പിന്നെ കുറച്ചൊരു മാന്യത ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഇവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാന്യത വിടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ മാന്യത! വളരെ വലിയ മാന്യതയാണ്. എടാ, ആയിരക്കണക്കിന് വീഡിയോയിലൂടെ എത്ര മനുഷ്യരെ നീ കൊത്തി തിന്നിക്കണേ, ഇജ്ജ് വേദനിപ്പിച്ചിക്കണേ, ഇജ്ജ് തെറി പറഞ്ഞടാ, ഇജ്ജിന്നെ വെട്ടിക്കോ, കൊത്തിക്കോ, കൊന്നോ, എന്തും ചെയ്തോ. നീ ഇത്ര കാലം പണ്ഡിതന്മാരെ തെറി പറഞ്ഞ് മഹാന്മാരെ ആക്ഷേപിച്ച് അതിൽ കണ്ടെത്തിയ രസം ഒരു സെക്കൻഡെങ്കിലും എനിക്ക് നിന്റെ വേദന കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം.
ഞാൻ തെറി പറഞ്ഞിട്ടല്ല, ഞാൻ മറുപടി പറഞ്ഞിട്ട് എനിക്കുണ്ടാണ് ഈ ഇളക്കണ്ടല്ലോ, ആ കുളകം, ആ മറ്റേ സാധനമുള്ള അല്ലേ, നമ്മൾ അങ്ങാടിക്കൊക്കെ ഇറങ്ങിയാൽ കാണൂലേ, ഇന്നാലിന്ന രോഗത്തിന് ചികിത്സ എന്ന് പറഞ്ഞ് അത് ആ സ്ഥലത്തുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇരിക്കാനുള്ള ഒരു പൊറുതി ഉണ്ടല്ലോ, ഇരിക്കപ്പൊറുതി മുട്ടുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഇരിക്കാനുള്ള ഒരു പൊറുതി കിട്ടാതിരിക്കുക, സമാധാനം കിട്ടാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതെനിക്ക് ആനന്ദമാണ്. ഇന്നോ ജിന്നെ പറയുന്ന തെറിയും നീ കാണിക്കുന്ന ഈ വെപ്രാളം കണ്ട് ഞാൻ ഊറിച്ചിരിക്കും. ഞാൻ ഒന്ന് കുറേ ചിരിച്ചു. ഇതിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ വന്നത്? 4-5 ദിവസമാകാനയില്ലേ? ഈ വീഡിയോ കഴിഞ്ഞിട്ട് മറ്റുള്ള വീഡിയോകൾ എത്ര ദിവസം മുമ്പ് ചെയ്തതാ? എവിടെയാടാജ് മറുപടി പറയാൻ കണ്ടണോ? ഇതെന്റെ കുഞ്ഞാടുകൾ വന്നിട്ട് ഇത് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കൊണ്ട് ഇറങ്ങിയല്ലേ? എന്റെ വീഡിയോ ഇന്ന് രാത്രിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് തന്നെ എനിക്ക് മറുപടി. കാരണം എന്റെ വാക്കുകൾ ഫു ആണ് ഊതാനേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ചെറിയ മണൽത്തരിയുടെ കതിർ പോലും എന്റെ വാക്കിനില്ല. ആരാണ് ചുത്തറിയില്ലാതെ പരിഹസിക്കുന്നത്? ആരാണ് നീ പറയുന്നത്? ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഖുർആൻ പ്രഭാഷണത്തിലൂടെ അറിവ് കൊടുക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒന്നും പറയണ്ട. കേരളത്തിൽ ഇട്ടാവട്ടത്ത് കുറച്ച് ആളുകൾക്ക്, അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തേക്കൊന്നും ഇജ്ജ് ഉണ്ടാക്കണ്ട. ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തന്നെയാണ് അദ്ദേഹം മതം പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ചാനലിന് 1,00,000-ലധികം 1,30,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. ചങ്ങാതി അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കും. 4,00,000-ലധികം ആളുകൾ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നിന്റെ വീഡിയോ പോലെയാണോ? അങ്ങനെയാണോ അദ്ദേഹത്തെ നീ വിലയിരുത്തേണ്ടത്? എന്റെ അർശമ മുട്ടുന്ന ചോദ്യം ഖുർആനാണോ മൻഖൂസ് മൗലിദാണോ അഫ്ളൽ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഓടി എന്ന് പറയുമ്പോൾ എടാ പോടാന്നൊക്കെ വിളിച്ചാൽ എന്റെ തലയിൽ കെട്ടി എനിക്ക് അധികമാവില്ല. പോടാ ചെങ്ങായി അവിടുന്ന്. അയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല, കാണിച്ചു കൊണ്ടടാ. അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ മൊയന്തേ അതല്ല ആദ്യം കാണിക്കണ്ടേ. എടാന്നിട്ട് വിളിക്കണ്ടേ? ആരാടാ? ആരാ? അല്ല ഇജ്ജെന്നെ എടാന്നൊക്കെ വിളിക്ക. ആരാടാ ഇജ്ജ്? ഞാൻ ഫാരിസ് അലിയാണടാ. ഞാൻ എന്നെ എന്താ വിളിക്കേണ്ടത്? എടീന്നാണോ? അത് അടുത്ത വീഡിയോയിൽ ഇതൊന്ന് നിലപാട് പറയണം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്റെ ജീവൻ പടത്തിനെ പോയിക്കിടുന്നതാണ്. കാരണം ഈ എനിക്കുള്ള ഒരു അള്ളാഹു തആല തന്ന ആവതൊക്കെ ഉപയോഗിച്ചാണ് കൊട്ടിപ്പാടിയുണ്ട്. നീർക്കോലി കൊട്ടിപ്പാടിന പോലെ. എടാ ചങ്ങാതി കാരോത്ത് കിട്ട പരൽമീൻ കൊട്ടിപ്പാടിന പോലെ കൊട്ടിപ്പാടിന ജീവൻ പോകും. ഉള്ള ഊക്ക് മുഴുവൻ കളയല്ലേ. നമ്മളൊന്ന് മുട്ടൽ തുടങ്ങിയിട്ടുള്ളൂ. എങ്ങട്ടാ ഈ തുള്ളണത്? ബാക്കിയും കൂടി തുള്ളണം തന്നെ കുറച്ചൊക്കെ ഒരു സാവകാശത്തിൽ തുള്ളേ. എനിക്കുള്ള മുഴുവൻ ചോട് ഒഴിവാക്കി തീർത്തി. ഇത് നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വിടുന്ന സാധനം, അത് ഒഴിവാക്കി ഞാനൊരു സുന്നാമാക്കി എനിക്ക് തന്നിട്ട് ആണ് പോട്ടെ കീടങ്ങളൊക്കെ. അതിന് ഉത്തരം കാണിച്ചിട്ടില്ല, ഞാൻ പ്രൂവ് ചെയ്താണ്. അല്ലെങ്കിൽ ഇജ്ജ് കാണിക്കേ. അയാൾ ഉത്തരം പറഞ്ഞു കുറിച്ച് അത് കാണിക്കേ. കാണിക്കടാ. ഈ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ആ സ്ത്രീക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന്. അങ്ങനെ പറയുന്നില്ലല്ലോ. അത് പറയുന്നുണ്ട്. അത് ജനറുണ്ടല്ലോ, ആവർത്തിച്ചിട്ടില്ലേ? അത് വലിയ തഹ്ഖീഖുണ്ട് എന്നുള്ള നിലയ്ക്ക് തിരിഞ്ഞോ. ഞാൻ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു, അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത് അപ്പൊ എന്റെ വിഷയം. എടാ ചങ്ങായിയെ, ഇജ്ജ അതൂതും പറയാന്ന് പറഞ്ഞാലും റഹ്മത്തുള്ളാഹി ഖാസിമി അതൂതും പറയാന്നൊക്കെ പറഞ്ഞാൽ രാവും പാലും വ്യത്യാസം. അനക്ക് അതൂതും എന്നൊക്കെ പറഞ്ഞാലേ നേരത്തെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, എന്റെ തൊള്ളി കൂടെ വന്ന വാക്കുകൾ, ഇജ്ജ് വിടുന്നതും പിടിക്കുന്നതും ഒഴിവാക്കുന്നതും ഒക്കെ ആയ സാധനങ്ങൾ ഇജ്ജ് പറഞ്ഞില്ലേ? ആ വേട്ടാവളി ചങ്ങായി അവിടുന്ന് എടാ മൊയന്തേ കിട്ടിയറാ മൊയന്ത് മൂല്യരെ ആ സാധനങ്ങളാണ് അനക്ക് അതൂതും. ഒരു പണ്ഡിതന് അതൂതും പറഞ്ഞു കൊടുത്തു എന്നാണ് അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തുന്ന. എടാ ചങ്ങായി ജി ഉഗാണ്ടിയിൽ നിന്നിട്ടൊന്നല്ല വീഡിയോ ചെയ്യണത്, ജി കേരളത്തിൽ നിന്നിട്ടാ വീഡിയോ ചെയ്യണത്. ഈ കാലം ഏതാണെന്ന് അറിയോ? റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലം. ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കി കൂടെ എങ്ങായി അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ പറഞ്ഞത് എന്നുള്ളൊരു വിശദീകരണം അനക്ക് അന്തല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ തിരിയും. അതിൽ ആ സ്ത്രീക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തു എന്നാണ് അതിൽ ഉദ്ദേശിക്കണമെന്നുള്ളത്. എന്റെ ഈ ചെറിയ മെമ്മറി ഉണ്ടല്ലോ, വളരെ കുഞ്ഞിക്കുരുവിനോളം ശോഷിച്ചു പോയ ഈ ചെറിയ മെമ്മറി, ആ മെമ്മറിക്ക് നിനക്കൊരു മറുപടി ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ പോരാ. ഈ റൂമിൽ കുത്തിന്ന് ഇങ്ങനെ പരൽമീൻ കൊട്ടിപ്പടയും പോലെ കൊട്ടിപ്പടേണ്ട ആവശ്യമുണ്ടോ? ഇത് തുള്ളേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രഭാഷണം നടത്തിയ പണ്ഡിതൻ ജീവിച്ചിരിക്കണില്ലേ? എങ്ങട്ടാ ഈ തുള്ളണത്? ചെയ്തിട്ട് ജിന്നെ എടാപോടാന്നൊക്കെ വിളിച്ചിട്ട് ജിന്നെ ചെങ്ങായി എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞോ, എടാ ചെങ്ങായി തലേ കിട്ടിയറാ മൊയന്ത് മൂല്യരെ അനക്ക് ഒരു തവണ ആ ഉത്തരം പറഞ്ഞു കാണിക്കാൻ കഴിഞ്ഞോ? അത് 10 വട്ടം വിളിച്ചു പറയും. തിരിഞ്ഞോ, ഞാനത് ആസ്വദിക്കും. ആ വിളിച്ചു പറയിച്ച് അത് മാത്രം പറഞ്ഞാൽ പോരാ, അടുത്ത വീഡിയോയിൽ ഇതിലാറ് സ്ട്രോങ്ങിൽ വരണം. എന്നിട്ട് പറയും കാണ്ടത്തേറി മുഴുവൻ പറയും, ഞാൻ ആസ്വദിക്കും. ഇത് കുറച്ച് ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇതെനിക്ക് ഇറച്ചിമ കൊണ്ടിട്ടുണ്ട് നിനക്കറിയാം. ഞാൻ ആ ഒരു സന്തോഷത്തിലപ്പുള്ളത് ഇതൊന്ന് തുള്ളി പറയടാ വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ഞാൻ പോയത്. എന്തിനാണ് പോയത്? എന്റെ ബാക്കി കേട്ടാൽ അറിയും. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം കാണാനുള്ളടാ? അതിന് പരിഹാരം കാണേണ്ടത് ഏത് രീതിയിലാണോ ഈ മുസ്ലിം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ആ മേഖലയിൽ പോയിട്ട് ഖുർആൻ ക്ലാസ് വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കലാണ്. അതാണ് ഹൈദരലി തങ്ങൾ പാപ്പ പരിഹാരമായിട്ട് പറഞ്ഞത്. എന്റെ ഈ ചോദ്യ പേപ്പറല്ല, അത് മുസാവർക്ക് കൂടെ അല്ലേ ചെയ്തത്. ഇത്ര ഒരു വെളിച്ചം വെക്കാത്തൊരു മെമ്മറി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ആണോ? ഏത് അള്ളാഹു ജിബ്രീൽ മാലാഖ മുഖേന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത ഖുർആനാണോ കള്ളക്കഥ എഴുതി വെച്ച മങ്കൂസ് മൗലൂദാണോ അഫ്ളല്? പറയടാ മറുപടി. ബാങ്ക് കൊടുക്കലാണോ അഫ്ളല്? ബാങ്കിന് ഉത്തരം കൊടുക്കലാണോ അഫ്ളല്? ബാങ്കിന് ഉത്തരം കൊടുക്കുന്ന നേരത്ത് ഖുർആൻ ഓതലാണോ അഫ്ളല്? പറഞ്ഞിട്ട് മറുപടി. ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചില്ലല്ലോ. ഇച്ചിങ്ങനെ മുൻഗണന കീറും ഞങ്ങൾ മയ്യത്തും ആ ഇച്ചിങ്ങനെ വരിക കിസ് മത്സരത്തിലെ മാഷിന്റെ മതി. എന്നിട്ട് പറയടാ റൂമൊക്കെ ഒത്തിരി ഇങ്ങനെ ആർക്കച്ച് പറയടാ മറുപടി. ഞങ്ങൾ കുറെ ചോദിച്ചിട്ടുണ്ടല്ലോ.
എന്താണ് മറുപടി ഈ ആനത്ത് ത്വാലിബീന വായിച്ചത് ആണാണെങ്കിൽ മറുപടി അറിയണം. ഇത് ബാങ്ക് കൊടുക്കുമ്പോൾ ഖുർആൻ ഓതണം. ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്? ആ ബാങ്കിന് ഉത്തരം ചെയ്യണമെന്നല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? എന്താ ചെയ്യല്? അവിടെ ഖുർആൻ ഓതല? കാരണം ഖുർആനാണോ ബാങ്കാണോ അഫ്ളൽ ചോദിക്കൂലേ? അന്റെ മൗലവിമാർക്ക് യുക്തിവാദം ഇട്ടില്ലേ? എന്നിട്ട് ചോദിക്കണം. എന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ ഖുർആൻ ഓതി കൊണ്ട് തിരിക്കണം. അന്നെ കൊണ്ടുപോകും ഞങ്ങൾ പൂങ്കളക്ക് എന്റെ നാട്ടുകാർ പിടിച്ചിട്ട്. ഈ ജാതി പൊട്ടത്തരോ യുക്തിവാദം പറയാൻ നിന്നാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് ആവശ്യമുള്ളതാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെല്ലേണ്ടടുത്ത് മദ്ഹ് ചൊല്ലും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പറയേണ്ടടുത്ത് അത് പറയും. ഇന്നലി കുല്ലി സുന്നത്തിൻ വഖ്തൻ യഖുസുഹാ. ഏത് സുന്നത്തിനും അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഫലീജാബത്തിൽ മുഅദ്ദിനി വഖ്തുൻ. മുഅദ്ദിന് ഉത്തരം കൊടുക്കാനൊരു സമയമുണ്ട്. ആ സമയത്ത് അതാ എങ്ങനെ ചെയ്യേണ്ടത്? ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഖുർആൻ അഫ്ളൽ എന്ന് പറഞ്ഞ് ഖുർആൻ ഓതി കുത്തിരിപ്പിച്ച് ജാ ചെയ്യും. ജാ പറയും ചെയ്യും. കാരണം എനിക്ക് യുക്തിവാദേ ഉള്ളൂ. എനിക്ക് തലക്ക് വെളിവില്ല. വലിൽ ഇൽമി വഖ്തുൻ. ഇൽമിനൊരു സമയമുണ്ട്. ആ സമയത്ത് ഇൽമുമായിട്ട് ജോലിയാകും. വലി തസ്ബീഹി വഖ്തുൻ. പരിശുദ്ധമായ തസ്ബീഹിനൊരു സമയമുണ്ട്. വലി തിലാവത്തിൽ ഖുർആനി വഖ്തുൻ. പരിശുദ്ധ ഖുർആൻ ഓതാനൊരു സമയമുണ്ട്. ഇതൊന്നും വൈരുദ്ധ്യല്ലെങ്ങായി. ഇതൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാത്ത മതം ഒന്നും പഠിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി പഠിക്കേണ്ട അലിഫും ബാവും പഠിക്കാതെ ഒരു മൊബൈൽ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാരെ തെറി പറയാനേ നീ പഠിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും മൗലവിന്റെ അടുത്തൊന്ന് പോയോ സാഹിബേ ഞാൻ പെട്ടിക്കണ് ഇതെന്താ ഇതിന് പറയാ ഒന്ന് ഇറക്കത്തിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വാ. എടാ ചങ്ങായി 2 കൊല്ലം ഗൾഫിൽ നിന്ന് പഠിച്ച അറബിന്റെ ബന്ധം പോലും അറബി ഭാഷയായിട്ട് എനിക്ക് ഇല്ലാന്ന് തെളിയിക്കും. ഞാൻ ഇവിടെ തെളിയിച്ചതുമാണ്. എന്ത് പോയത്തക്കാരനാ ചങ്ങായി? ഇജ്ജട പോയത്തക്കാരം. പോയത്തക്കാരജ്ജാണ്. ആ പോയത്തക്കാരൊക്കെ പറയല് മറ്റുള്ളവരാണ് പോയത്തക്കാർ. മഞ്ഞപ്പിത്തം ബാധിച്ചു അവന്റെ കണ്ണിൽ കാണുന്ന മുഴുവൻ മഞ്ഞാന്നില്ല. അതിനിപ്പോ ഈ കാണപ്പെടുന്ന ആളുകളല്ലല്ലോ കുറ്റക്കാർ. ആരാ കുറ്റക്കാരൻ? മഞ്ഞപ്പിത്തം ബാധിച്ചവന്. അതുപോലെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരൊക്കെ മന്ദകളാണ്. ജോ ഭയങ്കര ഡോക്ടറേറ്റ് എടുത്ത ആളല്ലേ? വലിയ ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്ത ആളല്ലേ? വലിയ പാണ്ഡിത്യമുള്ള ആളല്ലേ? കോളേജിലൊക്കെ പഠിച്ച അറബി കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ വലിയ മുൻസിയാണല്ലോ. വലിയ ക്വാളിറ്റിയിലാണല്ലോ ഇരുന്ന് സംസാരിക്കണത്. അറബി ഇങ്ങനെ എന്റെ തൊള്ളിൽ നിന്ന് ഇങ്ങനെ സ്ഫുടമായിട്ട് ഇങ്ങനെ വരികയാണ്. എന്റെ തൊള്ളിൽ നിന്ന് വരുന്ന അറബി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. കിതാബുകളും പ്രമാണമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്ത് പോയത്തക്കാരനാ ചങ്ങായി? ഇജ്ജട പോയത്തക്കാരം. പോയത്തക്കാരജ്ജാണ്. അല്ലെങ്കിൽ ആ മറുപടി കാണിച്ചു കൊടുത്തത് വെല്ലുവിളിക്കണു എന്നെ കൊണ്ട്. വീഡിയോ എന്നെ കൊണ്ട് തന്നെ കാണിക്കും. ഇതിനെ ഞാൻ കാണിക്കണേ തുമ്പിനെ കൊണ്ട് അവിടെ കല്ലെടുപ്പിക്കാൻ പോകണം. പക്ഷെ അത് തിരിയാനുള്ള മെമ്മറി എനിക്കില്ല. ഞാൻ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക. അതുപോലെ തന്നെ ഇജ്ജന്നെ അതിന്റെ മറുപടി പറയുന്നൊക്കെ പറഞ്ഞാലും അതും മനസ്സിലാക്കാനുള്ള മെമ്മറി എനിക്കില്ല. ഇജ്ജെന്താ പറഞ്ഞത് തന്നെ ചിലപ്പോൾ എനിക്ക് തിരിയുണ്ടാവില്ല. കാരണം മലയാളമല്ലേ ചങ്ങായി പ്രസംഗിച്ച്. ഇന്ന് വരെ ആരെങ്കിലും ഒരു വിവാദമാക്കിയിട്ടാണ്. എനിക്ക് ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാനും ഓരോ ദിവസത്തിലുള്ള അന്നത്തിന് വക കണ്ടെത്താനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗമുണ്ട് ചങ്ങായി? ഈ തരം താങ്ങ പണിക്കാരേണ്ട ആവശ്യമുണ്ടോ? എന്താ കുറിച്ച് പറയേണ്ടത്? ഈ ജന്തു വെള്ളം പറഞ്ഞോ എന്ത് പറഞ്ഞോ അതിന്റെ ഇരട്ടിയായിട്ട് എനിക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ആ ജരറ്റിന്റെ ഇരട്ടി പറയണമെന്ന് അന്റെ തെറി മുഴുവനും പറയും. എന്റെ എല്ലാ സുന്നാമാക്കി കുറിച്ചിട്ടുള്ള അളകാളൊക്കെ അളകട്ടെ. അതിനെ ഇപ്പൊ ഡോസ് തന്നു പറയുന്നുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു ഖുർആൻ പ്രഭാഷണത്തിലൂടെ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന വല്ലാത്ത ഒരു ചൂഷണത്തെ നേരിടാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. എന്റെ മൊയന്തേ അവിടെ ഖുർആൻ പ്രഭാഷണമല്ല, അതൊരു ചോദ്യമാണ്, ചോദ്യോത്തരാണ്. അല്ല വലിയ അവിടെ ഖുർആൻ പ്രഭാഷണം നടന്നിക്കണേ. അങ്ങനെ വലിയ വിളിച്ചുമ്പോഴാണ് എനിക്ക് തിരുപ്പതി ഉള്ളത്. എന്നാൽ വലിയ തന്നെ വിളിച്ചാൽ ഈ ഷെയ്ഖാന്ന് വിളിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥമൊക്കെ ഫിറ്റ് ആവുണ്ടോ എന്നൊക്കെ ഒന്ന് ഡിക്ഷണറി ഒന്ന് നോക്കുവേണ്ടി. ഏതായാലും വലിയ ആണെങ്കിലും ഷെയ്ഖാണെങ്കിലും മഹോന്നതരെ അവിടെ ഒരു ഖുർആൻ പ്രഭാഷണം നടന്നിട്ടുണ്ട്. ആ ഖുർആൻ പ്രഭാഷണത്തിലാണ് കിസ് മത്സരത്തിന്റെ കത്ത് എന്ന് പറഞ്ഞിട്ട് കത്ത് കിട്ടിയത്. ആ കത്തും കൊണ്ടാണ് ആ പെണ്ണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാളം തിരിയണില്ല എന്നുള്ള പ്രശ്നമാണ് എനിക്ക് ഉള്ളത് എന്നുള്ളത് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വരും. ചോദ്യം ഇതാണ്, എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാണോ അതോ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്നതാണോ അഫ്ളല്, ഉത്തമം? മറുപടി പറയണ. പരിശുദ്ധമായ ബാങ്കിന് ഉത്തരം കൊടുക്കലാണോ അഫ്ളല്, ഖുർആൻ ഓതലാണോ അഫ്ളല്? ഇത് ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇത് ഖുർആൻ ഓതി കൊടുക്കും അല്ലേ? അങ്ങനല്ലേ? ഞാനത്ത് ത്വാലിബീൻ വായിച്ചു വന്നിട്ട് കേട്ടിട്ടില്ലല്ലോ. ഇജെങ്ങട്ടെ ഈ ചെവിയിൽ ഈയന്തിരിക്കിട്ട് ഓടുന്നത്? മറുപടി പറയണ. എന്റെ രോഗത്തിനുള്ള മരുന്ന് തന്നിട്ട് ആ വീഡിയോ പൂർത്തിയാക്കുന്നത്. എന്റെ വീഡിയോന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഇട്ടിട്ട് അതിൽ കിതാബ് വെച്ച് പറഞ്ഞ ഭാഗങ്ങളും മറുപടികളും ഇവിടെ പ്രദർശിപ്പിക്കാൻ എന്താ എനിക്ക് മടി? അതെന്തേ? അത് തൊടാൻ കഴിയൂല. മുസ്ലിമായ ഒരു മനുഷ്യന് പറയാനുള്ള മറുപടി എന്താന്നുള്ളത് ഇപ്പൊ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയില്ലേ അല്ലേ? റബ്ബേ, 1ാം ക്ലാസ് പാസ്സാകാത്തവരെന്ന് പറഞ്ഞാൽ ബാങ്കിന് ഉത്തരം കൊടുക്കലാണോ അഫ്ളല്, പരിശുദ്ധ ഖുർആൻ ഓതലാണോ അഫ്ളല്? ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഖുർആൻ ഓതും. ബാങ്ക് അല്ല അഫ്ളല്, ബാങ്കിന് ഉത്തരം കൊടുക്കലല്ല അഫ്ളല്, ഖുർആനാണ് അഫ്ളല്. എടാ ചങ്ങാതി, കട്ടൻ ചായ കുടിക്കലാണോ നല്ലത്, ചുക്കാപ്പി കുടിക്കലാണോ നല്ലത്, പാൽ ചായ കുടിക്കലാണോ നല്ലത്, ലൈം കുടിക്കലാണോ നല്ലത്, വത്തക്ക ജ്യൂസ് കുടിക്കലാണോ നല്ലതെന്ന് ചോദിച്ചാലേ അതിനൊരാളും ഇവിടെ ബേജാറാവില്ല. വത്തക്ക ജ്യൂസ് കുടിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ വത്തക്ക ജ്യൂസ് കുടിച്ചു. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കും. അതല്ല ജീരക സോഡ കുടിക്കേണ്ടവർക്ക് ജീരക സോഡ കുടിക്കും. ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. അത് അയ്യാനത്ത് ത്വാലിബിയിൽ പറഞ്ഞത് ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. ഒന്നും വൈരുദ്ധ്യമല്ല. എന്താണോ അതിനെ തൊടാൻ എനിക്ക് പേടി. ഇയാൾക്ക് കുട്ടിക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് എന്റെ തലന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. അതിന്റെ തലക്കാണ് ഇപ്പൊ കുഴപ്പം.
അല്ലേ? എന്നാ കാണിക്കടോ. അനക്ക് ധൈര്യം ഉണ്ടിച്ചെങ്കിൽ, അനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ, അനക്ക് ഉളുപ്പുണ്ടെങ്കിൽ, അനക്ക് ഊരും ചേലുണ്ടെങ്കിൽ, അനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ കാണിക്കേ. എനിക്ക് ആംബിയറോ കോമ്പിയറോ കൊളാമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പറയും. എടാ ചങ്ങായി ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ച്. എല്ലാ തെറി പറയുമ്പോഴും ഒരേ ഡയലോഗ് അടിച്ചാലും ഒന്ന് മാറ്റി പിടിച്ചാൽ ഒന്ന് ചേഞ്ച് ആക്കി കുറെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത്, ഒന്ന് മാറ്റി പിടിക്കും. എടാ ചങ്ങായി നിനക്ക് ആണത്തത്തിന്റെ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പറയും. ഞാൻ ചോദിച്ചതിന് മറുപടി, ഞാൻ കിതാബ് വായിച്ചത്, അതിനെ കോട്ട് ചെയ്തിട്ടൊന്ന് മറുപടി അറിയും. എനിക്ക് ഞാനത് കേൾക്കാൻ താല്പര്യമുണ്ട്. കിതാബ് വായിച്ചിട്ട് മറുപടി ആണ് ആ വീഡിയോ പൂർത്തിയാക്കിയത്. എങ്ങോട്ടാ മണ്ടത്? റഹ്മത്തുള്ള കാസിമി മറുപടി പറഞ്ഞു എന്നുള്ള ക്ലിപ്പ് കാണിക്കേ, എന്നിട്ട് ചിലക്കേ. അത് എന്നെ കൊണ്ട് തന്നെ കാണിപ്പിക്കും, നീ തന്നെ കാണിക്കും, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ ചെയ്യും. അതാ ഇന്നത്തെ വീഡിയോ. നീ തന്നെ കാണിക്കും. പക്ഷെ അതും തിരിയാനുള്ള മെമ്മറി എനിക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നില്ല. അതിൻ്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇതൊന്നും വിചാരിക്കരുത്, കാരണം ഇതൊന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതും എനിക്ക് തിരിയില്ല. കാരണം ജിട്ടി തന്നെ മറുപടി ഉണ്ട്. ഇത് വലിയ അഭിമാനത്തിലിട്ടല്ലോ, എൻ്റെ കൗത്തിന് പിടിക്കണ വാക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്, ആവർത്തിച്ചിട്ടല്ലോ. ചെങ്ങായെ കുറച്ചൊക്കെ ഒരു ഉളുപ്പുമാണ്. ഇതൊക്കെ മലയാളം ചെയ്യുന്ന മനുഷ്യന്മാരാണ് കേൾക്കുക എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഇതൊന്നും വിചാരിക്കരുത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചെറിയൊരു അത്തർ ഉണ്ടായിരുന്നു, അപ്പൊ കാണില്ല, ഒരു ഫില്ലറിന്റെ ഒരു അത്തർ. ആ അത്തറും കുപ്പിന്റെ ഒരു നിലവാരത്തിലുള്ള വിശാലത എൻ്റെ മെമ്മറിക്കുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലുള്ള ഒന്നും എൻ്റെ അടുത്തില്ല. ഇജ്ജ് വലുപ്പത്തിൽ കുറെ കിതാബ് ബാക്കിൽ വെച്ചിട്ട് ഇജ്ജ് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നുണ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാണ്. ഞാൻ കിതാബാ ബാക്കിലൊക്കെ, കിതാബാണ് ബാക്കിലും മുന്നിലും കയ്യിലൊക്കെ ഉണ്ടായാലേ. കിതാബ് ബാക്കിൽ മാത്രമല്ല വെച്ചത്, മുമ്പ് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഞാൻ പഠിപ്പിച്ചതാ കിതാബിന്റെ കയ്യിലും ഉണ്ടാകലുണ്ട്. എനിക്ക് പല കിതാബുകളും വായിച്ച് മറുപടി തന്നു. എവിടെ ഇനി വഹാബിസത്തിന്റെ ക്രൂരതകൾ എന്താണ്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പാഠശാലക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിനി. ഞാനപ്പോ ഒരു കിതാബ് എടുത്തിനടാ, എവിടെ മറുപടി? ഞാൻ ഈ കിതാബ് വായിച്ചിരുന്നു. എന്തിലധികം നിങ്ങളുടെ അൽ മംലക്കത്തു സഊദിയ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തിൽ വരെ നിങ്ങളുടെ തീവ്രവാദം പരിചയപ്പെടുത്തിയത് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഉൻവാനുൽ മജ്ദ് ഫീ താരീഖി നജ്ദ്, നജ്ദിന്റെ ചരിത്രം അതികിരാതമായ, മുസ്ലിം ലോകത്തെ കൊന്നൊടുക്കിയ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഇബ്നു അബ്ദുൽ വഹാബിന്റെ രക്തപങ്കിലമായ അതിക്രൂരമായ തേരോട്ടത്തിലൂടെ മനുഷ്യരെ സുന്നിയായി എന്നതിന്റെ പേരിൽ, അഹ്ലു സുന്നയെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അതിനിഷ്ഠൂരമായി കൊന്നു തള്ളിയതിന്റെ കഥ ഞാൻ വായിച്ചിരുന്നടാ. എവിടെയായിരുന്നു ജി? വാലും പൊന്നിച്ച് ഓടിയതാ ജി. ഇങ്ങോട്ട് ബാജി, അന്നെ എനിക്ക് കിട്ടണം. അതിനാണ് ഒരു ഡോസ് തന്നത്. ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു വെച്ചിരിക്കണേ, ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒന്നുങ്ങന്ന് അവിടെ നിന്ന് തുടങ്ങാൻ പോണത്. അതുപോലെ തന്നെ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയത് നവീന നജ്ദിന്റെ ചരിത്രം എന്ന പേരിൽ KC അബൂബക്കർ മൗലവി കർബല ആക്രമണം എന്ന ഹെഡിങ് ഇട്ടുകൊണ്ട് ഹറമിലടക്കം നിങ്ങൾ നടത്തിയ സംഹാര താണ്ഡവങ്ങളും ക്രൂരതകളും കവർച്ചകളും ഇവിടെ പരിചയപ്പെടുത്തിയത് വായിച്ചു തന്നിക്കണടാ. അന്നെ പിന്നെ അവിടെ കണ്ടിട്ടില്ല, കാരണം അവിടെ തെറിക്ക് സ്കോപ്പില്ല. അവിടെ ജി പറഞ്ഞ ജീ വിട്ടതും വിടുന്നതും ഒക്കെ ഉണ്ടല്ലോ, അത് പറയുന്നതിന് സ്കോപ്പ് ഉണ്ടാവില്ല. അവിടെ മറുപടി പറയേണ്ടി വരും. അന്നെ പിന്നെ കണ്ടിട്ടില്ല, ജി അത് പൊട്ടിച്ച് മണ്ടിയതാ. ജി പലപ്പോഴും പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് മണ്ടിയതാണ് ജി. അന്നെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ പുസ്തകങ്ങൾ എത്ര വായിച്ചു? ജിഹാദ് 87, ഇത് നിങ്ങളുടെ പുസ്തകല്ലേ? ഈ പുസ്തകത്തിൽ ഇടവണ്ണയിൽ നിങ്ങൾ കടന്നു കയറി മഹാന്മാരുടെ ജാറങ്ങൾ ഒരു ലജ്ജയുമില്ലാതെ ഒളിച്ചടക്കിയ കഥ ഞാനിതിൽ വായിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ച് സംസാരിച്ചിട്ടുണ്ട്. മറുപടി എവിടെ? നിന്നെ എനിക്കൊന്ന് കിട്ടണം. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്നുള്ള നിങ്ങളുടെ നേതാവ് ഈ മൊയ്ദ് മൗലവി എഴുതിയ പുസ്തകത്തിൽ ഹറമിലടക്കം നിങ്ങൾ നടത്തിയ സംഹാര താണ്ഡവത്തിന്റെ കഥയും നിങ്ങളുടെ തീവ്രവാദത്തിന്റെ രേഖകളും അദ്ദേഹം ഈ പുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ എഴുതി വെച്ചതല്ല, ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. എവിടെ മറുപടി? കേട്ട് ബാജി, അന്നെ എനിക്കൊന്ന് കിട്ടണം. ഇത് തെറി പറഞ്ഞ് തുള്ളിയിട്ട് രക്ഷപ്പെടാന്ന് കരുതിയില്ലേ, അന്നെ വിടാൻ കരുതിയിട്ടില്ല. അതുപോലെ തന്നെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നുള്ള നിങ്ങളുടെ പുസ്തകത്തിൽ കേവലം നാവും തൂലികയും ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല ഇബ്നു സഊദിന്റെ മൂർച്ചയേറിയ വാളും അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന്. ഇബ്നു സഊദിന്റെ വാൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അധികാരത്തണലിൽ വഹാബിസം രക്തപങ്കിലമായ പോരാട്ടത്തിലൂടെയും മനുഷ്യരെ ക്രൂരമായി കൊന്നു തള്ളുന്നതിലൂടെയും വളർത്തിയെടുത്തതാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് വായിച്ചിട്ടുണ്ട്. എന്നോടാ വായിച്ചത്. എവിടെ എനിക്ക് എടാ പോടാന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോളേ ഇജ് എവിടെ ഇടാ? അന്ന് ഞാൻ ഇതൊക്കെ തന്നെ എന്നോട് പറഞ്ഞു, ഇജ് എടാന്ന് വിളിക്കാൻ അർഹനാണ് എഴുതിയിട്ട്. ഇതൊരു ആണാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇനിയോ അങ്ങനെ തന്നെ എന്നെ വിളിച്ചിരുന്നത്. എവിടെ എനിക്ക് ഏത് മാളത്തിൽ വിളിച്ചു? നീ ഇങ്ങോട്ട് ബാജി, എന്റെ മാളത്തിൽ നിന്ന് ഇറങ്ങിയത് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെന്താ മനസ്സിലാക്കിയത്? ഓരോന്നിനും മറുപടി പറയിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടാൻ പോണില്ല. എന്നോട് ആവശ്യപ്പെട്ടത് വഹാബി പാഠശാലക്ക് എന്താ കുഴപ്പം ആവശ്യപ്പെട്ടിട്ടാ തന്നത്. ഒരു ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചെങ്ങായി എന്തെങ്കിലും ഒരു ന്യായീകരണത്തിന് ഒരു വീഡിയോ ചെയ്യൂല ജി? എവിടെ ജി? ഒരു ഉത്തരവും നിനക്കില്ല. കാരണം അവിടെ തെറി പറയാൻ സ്കോപ്പ് ഇല്ല എന്നുള്ള. ഓരോന്നിനും സ്കോപ്പ് ഉണ്ടാകുമ്പോഴല്ലേ അവിടെ വന്നിട്ട് മെയിൻ ആകാൻ പറ്റുള്ളൂ. നിനക്ക് അതിന് സ്കോപ്പ് ഉണ്ടായില്ല. ഉമർ മൗലവിയും ഖബർ പൊളിച്ചതിന്റെ ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ. എന്തെല്ലാം വായിച്ചത്? എന്നിട്ട് ജി ഒരു മലയാള പ്രസംഗം ഇട്ടിട്ട് അതിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നടക്കുക. എടാ മലയാള പ്രസംഗം നടത്തിയ റഹ്മത്തുള്ള കാസിം ഉസ്താദ് ജീവിച്ചിരിക്കുന്നു.
പഠിപ്പിക്കില്ലേ? ആണാണെങ്കിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയ പോലെ ഇത് ഇത്ര വലിയ ഗീർവാണം നടത്തണം. ഇരിക്കപ്പുറത്തില്ലാത്ത ആളുകളുടെ അവസ്ഥയിൽ ഇങ്ങനെ തുള്ളേണ്ട ആവശ്യമുണ്ടോ? അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ പ്രാമാണികമായി ഗണ്ണിച്ചിട്ടുണ്ട്, കിതാബുകൾ നിന്റെ മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട്, നിങ്ങളെ രേഖകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യപ്പെട്ടത് തന്നിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ല, എന്നെ എനിക്കൊന്ന് കിട്ടണം. എന്നിട്ട് സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കാണിച്ച വീഡിയോ അതെന്താണെന്നുള്ളത് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. സഹോദരന്മാർ കേൾക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. ആ വീഡിയോയിൽ പറയണ്ട ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയണ്ടേ. അനക്കുള്ള കുരുക്ക് ജനിടാണ്. എനിക്ക് അന്തല്ല, അനക്കുള്ള കുരുക്ക് ജനിടാണ്. എന്നെ തുമ്പിനെ കൊണ്ട് ഇവിടെ കല്ലെടുപ്പിക്കാൻ പോകും. എന്താണ് ഇതിൽ പറയുന്നത്? നാട്ടുകാരുടെ ചെലവിലാണല്ലോ ഇവര് ഉണ്ടുറങ്ങി കഴിയുന്നത്. അതേടാ, നാട്ടുകാരെ ചെലവ് തന്നെ. നാട്ടുകാരെ ചെലവിൽ വെറുതെ അല്ല, അള്ളാന്റെ ദീന് പഠിപ്പിച്ചിട്ടാ. എന്നെ പോലെ മറ്റുള്ളവരെ, നല്ല തറവാട്ടിൽ ജനിച്ച മനുഷ്യന്മാരെ വെട്ടിയും കൊത്തിയും തിന്ന് ഒരു ദിവസത്തെ അന്നത്തിന് വകം കണ്ടെത്തേണ്ട ഗതികേട് എനിക്കില്ല. തിരിഞ്ഞോ? എന്നെ പോലെ ഓരോ ദിവസം 3-4 വീഡിയോ പച്ചത്തെറിയും വളരെ മോശകരമായും ആക്ഷേപിച്ചു വിട്ടിട്ട് ഒരു ദിവസത്തെ അന്നത്തിനെ, വയറ്റുപശപ്പിനെ ഗതി കണ്ടെത്തേണ്ട അവസ്ഥ എനിക്കില്ല. അതിന്റെ അഭിമാനമാണ്. അത് എനിക്കൊരു അപമാനമായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇവനൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പച്ചക്കളവ് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, ഞാൻ തെളിവോടെ കാണിക്കാം. പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും വലിയ സംസ്കാരം. ഇട്ടതും മുട്ടതും ഒക്കെ പറഞ്ഞല്ലോ പോലെ, അതാണ് ഏറ്റവും വലിയ സംസ്കാരം. അതിന്റെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞ തെറികളുണ്ടല്ലോ, ആ തെറി ഞാൻ മുമ്പ് പ്രദർശിപ്പിച്ചതാണല്ലോ. ഇനി തെറി പ്രദർശിപ്പിക്കണോ ഈ റമദാൻ മാസം? ചെങ്ങായി, നാട്ടുകാർ ബോധം കിട്ടും. എന്തെല്ലാം ഭാഷ പറഞ്ഞിരിക്കണം. ഏതെങ്കിലുമൊക്കെ ഊകാലത്തുമല്ലോ മറ്റൊക്കെ ഇരുന്ന് കണ്ട് അസഭ്യമായ രീതിയിലൂടെ പെരുമാറുന്ന ആളുകളുടെ സംസ്കാരം എനിക്ക് ഉണ്ടാകാൻ പാടില്ല. എടാ, നാട്ടും പുറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സംസ്കാരമല്ല. ആ കൂട്ടത്തു നിന്നും പുറന്തള്ളിയിട്ട് നാട്ടുകാർ പുറന്തള്ളുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന്റെ ഭാഷയാണ് നിന്റെ ഈ വീഡിയോകളിൽ മുഴുവനും നീ ഛർദ്ദിക്കുന്നത്. ഇതിനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ നാശമായി പോകും എന്നുള്ളത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോളി സഹോദരന്മാരെ. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എൻ്റെ അടുത്ത് കടുകൂടാ. എന്നിട്ട് ഒന്നോട് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ? 1ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാല്ലാത്ത ജയ് ഒന്നോട് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് കൂടാ. ഇങ്ങോട്ട് ബാ, എൻ്റെ വലിയ പൂതിയാണല്ലോ. സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ അമ്മായിമ്മ സൽക്കാരം കരുതി വന്നതല്ല, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ത് ചോദിച്ചു? എനിക്കൊരു പരീക്ഷ ഉണ്ട് ഉസ്താദേ അടുത്ത ആഴ്ച. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. ഞാൻ ഉത്തരം എഴുതി കൊടുക്കാനാണ്, ജയിക്കാനാണ്. അപ്പൊ എന്താ പരീക്ഷ എങ്ങനെ? അപ്പോ പറഞ്ഞു, ഇത് അങ്ങനത്തെ പരീക്ഷ അല്ല, ഞാനൊരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് ചുങ്കത്ര. അപ്പൊ അവിടുന്ന് തന്ന പരീക്ഷയാണ്. നിങ്ങൾക്ക് ആരോടും ചോദിച്ചു ഉത്തരം എഴുതാന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നു. നിങ്ങൾ ഉത്തരം എങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ അതൊന്നും തരികയാണ്. അത് വാങ്ങിയിട്ട് നോക്കുമ്പോ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തോ, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. സഹോദരന്മാരെ, ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തേ. ഇതിന്റെ ഓരോന്നിനും ഓരോ മയനുണ്ടെങ്കിൽ ഇജ്ജ അതും പറഞ്ഞു എന്നുള്ള അതേ ലെവലിൽ മറ്റുള്ളവരെ കാണരുത്. തിരിഞ്ഞോ? തന്നെ പോലെയാണ് മറ്റുള്ളവരും എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഒരു മെമ്മറിന്റെ പ്രശ്നമാണ്. സ്വന്തത്തെ പോലെ മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. ഓൻ തെറിയാർ നടക്കണവനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും തെറിയാർ നടക്കണവരെന്നെ. ഓൻ 4 കാലം വരാണെങ്കിൽ മറ്റുള്ളവർ 4 കാലം തന്നെ. ഇങ്ങനെയൊക്കെ വിലയിരുത്തുക എന്നുള്ളത് മെമ്മറിന്റെ പ്രശ്നമാണ്. ഇജ്ജ അതും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. ഇട്ടതും പുട്ടതൊക്കെ പറഞ്ഞല്ലോ, അതാണ് ഇജ്ജ അതും പറയാന്ന് പറയാം. ഉസ്താദിന്റെ അതും പറയാന്ന് പറഞ്ഞാൽ അതിന് മറുപടിയാണ്. എടാ ചെങ്ങായി, ഉസ്താദ് ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടിലല്ലേ നമ്മളുള്ളത്? ഒന്ന് വിളിച്ച് ചോദിക്കടാ. ഇതിന് പരിഹാരം പറഞ്ഞു കൊടുത്തത് ഈ ഒരു ചോദ്യ പേപ്പറിന്റെ വിഷയത്തിലാണോ? ഈ ഒരു ചോദ്യമാണോ? ഈ ചോദ്യം നമുക്ക് വലിയൊരു ചർച്ചയാക്കി എടുത്തുകൊണ്ട് ഇതിനൊരു മറുപടി കണ്ടെത്തണം എന്നാണോ ആ ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങൾ? ആണോ? ആരാ ചെങ്ങായി? എന്താ എനിക്ക് തീരുന്നത്? എന്ത് പറഞ്ഞിട്ടാ ചെങ്ങായി എന്റെ മെമ്മറിക്ക് മനസ്സിലാക്കി തരാം? ഏത് നിലക്ക് എന്താ എന്റെ മെമ്മറിക്കുന്നതിന്? ഈ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ജീവിതം എന്നതാണ് എനിക്കറിയില്ല. കേൾക്കാം നമുക്കത്. എന്താണ് റഹ്മത്തുള്ള കാസ്മിയോടെ പറഞ്ഞത്? ഒന്നും കൂടി കേട്ടോക്കാ നിങ്ങള്. ഒന്നുകൂടി പറയട്ടെ. ആ സ്ത്രീയോട് ഒന്നും പറയാതെ വിട്ടു എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ പോലെ അതിൽ ഉത്തരം മുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരു മറുപടി ഉസ്താദ് കൊടുക്കാൻ പാടില്ല. എടാ ഞങ്ങൾ ഉത്തരം മുട്ടിയ ആൾക്കാർ മറുപടി പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ മനസ്സിലാക്കിയത്? എനിക്കിത് തിരിയാനുള്ള മെമ്മറി ഇല്ല. എൻ്റെ ഒരു അവസ്ഥ ഈ നാട്ടുകാരുടെ എന്തിനാ ഈ വെളിവാക്കേണ്ട ആവശ്യം? ഒരു നിലക്കും മറുപടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയോട് എന്താ പറയുക, ഞാനതൊന്ന് ചർച്ച ചെയ്യട്ടെ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാനല്ലേ. ആ ചോദ്യം അല്ല അവിടെ വിവാദമായത്. നിങ്ങളെ മൗലവിമാർ അല്ലാഹു തആലക്ക് കൈയുണ്ടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിലാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുണ്ടെന്നും ഊരയുണ്ടെന്നും പറഞ്ഞ് റബ്ബിനെ കുറിച്ച് വൃത്തികേട് പറയുന്ന ഖുർആൻ ക്ലാസ് എന്റെ നാടിന്റെ പരിസരത്തുള്ള സ്ത്രീകൾ അതിലകപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഉണ്ടായത്. അതെനിക്ക് ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നത്. ആ വിഷമാണെന്ന് പറഞ്ഞിട്ട് അതൊരു പണ്ഡിതന്റെ ധർമ്മമാണ്. അത് ആ പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കാൻ മണ്ണാർക്കാട് മൻസൂറിന്റെ വീട്ടിൽ നിന്ന് ഒപ്പിട്ട കത്ത് വരേണ്ട ആവശ്യമല്ല. അത് വാങ്ങിയിട്ട് നോക്കുമ്പോ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്.
ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് അതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ പറഞ്ഞു. ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂടി ഇടയ്ക്ക് പോയി. എന്നെ മൂത്തെടുത്ത് ഈ ഫോട്ടോ വെച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് അതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ പറഞ്ഞു. ഞാൻ കുറച്ച് അതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് എന്തേ പറഞ്ഞ് ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു ആവർത്തിച്ചിടുന്ന എന്നെ കൊണ്ട് ഏത്തടിപ്പിച്ചു. ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ലാന്ന് അവിടെ പറഞ്ഞത്. ഉസ്താദ് ഒന്നും പറയാതെ പോയി എന്നാ അവിടെ ഉള്ളത്. ഉസ്താദ് ഒരു പ്രതിവിധിയും പറയാതെ പോയി എന്നാണ് ഉള്ളത്. ഏതാ ചങ്ങായി? ആ ചോദ്യം ചോദിച്ച പെണ്ണിന് വേണ്ട വിധത്തിൽ മറുപടി പറഞ്ഞു കൊടുത്തു. ആ പെണ്ണ് ആശങ്കയിലായിരുന്നോ? ആ പെണ്ണ് ബുദ്ധിമുട്ടിലായിരുന്നോ? ആ പെണ്ണിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലാന്നോ? ഒന്നും അവിടെ അല്ല. ആ പെണ്ണിന് വേണ്ട മറുപടി പറഞ്ഞു കൊടുത്തിക്കണേ. പിന്നെ അവിടെയുള്ള വിഷയം എന്താണ്? ആ വിഷയം പണ്ഡിതന്മാരെ ധരിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. വിദേഹത്തിന്റെ ആളുകൾ പല ഏരിയകളിലും കടന്നു കയറി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു പക്ഷേ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽ അത് പെട്ടുകൊള്ളണമെന്നില്ല. അത് ഉണർത്തുക എന്നുള്ള പണ്ഡിത ധർമ്മം അവിടെ ചെയ്തത്. ഇതെനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്ത് പറയണം? മലയാള ഭാഷ, അറബി ഭാഷ, തമിഴ്, തെലുങ്ക് ഈ ഭാഷ എന്ന് കൊടുത്താൽ ഇത് തിരിയാത്തവനെ കുറിച്ച് ഒരു പദം ഉണ്ടാവില്ല. തിരിഞ്ഞോ? ഇതൊന്നും വിചാരിക്കണ്ട. എനിക്ക് കുറച്ചൊരു വിഷമം ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. കുറച്ചൊന്നും തുള്ളും അതൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അവസ്ഥ അതാണ്. എനിക്ക് തിരിയാതെ പോയത്. ആരടാ ഈ കുതിരേറാൻ നടക്കുന്നത്? ഇജാ പണ്ഡിതന്റെ മുന്നിൽ ഒന്ന് ചെന്നാ, ഒരു കിതാബ് എടുത്തിട്ട് ഒന്ന് ചെന്നാ, അതിന്റെ ആനത്തല ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോഴും വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ടാണല്ലോ ഇത് നിൽക്കുന്നത് അല്ലേ? ലോകത്തിന് മുന്നിൽ ഉത്തരം കണ്ടെത്തപ്പെടാത്ത ചോദ്യം എന്നുള്ള രീതിയിലാണല്ലോ. ചങ്ങായി റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് ജീവിച്ചിരിക്കുന്നത്. ഒന്ന് പോയി ചോദിക്കടാ. എന്റെ ഈ കുന്തം കുടച്ചപ്പറൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഒരു ലൈവ് ഇട്. ഉസ്താദിനോട് ചോദിക്കും, എന്താ ചങ്ങാതി ഈ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അല്പൻ എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ലേ? വലിയ വലിയ ആളുകളുടെ മേത്തേക്ക് കയറിയിട്ട് അവനാന് കുറച്ച് റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. വലിയ ആളുകളുടെ മേത്തേക്ക് കയറിയാലേ കുറച്ച് റേഞ്ച് ഇട്ടുള്ളേ അല്ലേ? സമൂഹം ആദരിക്കുന്ന, സമൂഹത്തിൽ നിലയും വിലയുമുള്ള, പണ്ഡിത ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകളുടെ മേത്തേക്ക് കയറി കുറച്ചൊക്കെ ഒരു നിലയും വിലയും കിട്ടും. ആളും അഡ്രസ്സും ഇല്ലാതെ ഏതോ ഒരു ഏരിയയിൽ ഇങ്ങനെ പിന്നെ മുങ്ങിത്തപ്പി ജീവിക്കുന്ന ഒരുത്തന്നെ അഡ്രസ്സ് ഇട്ടാൻ വേണ്ടിയിട്ട് ബഹുമാനമുള്ള ആൾക്കാരെ കുതിര കയറാൻ നടന്നതാണ്. അത് പാളികൾ, സംഗതി പാളികൾ. എനിക്ക് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഞാനൊക്കെ തന്ന മരുന്ന് അത് കൃത്യമായി നിനക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ള എനിക്ക് ബോധ്യപ്പെട്ടിട്ട് അതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. വലിയ സങ്കടമല്ല, വലിയ സന്തോഷം. ചിഞ്ഞും ഭരണം തെറിയും കൊണ്ട് ആ ബഹുമാനപ്പെട്ട വാക്കുകൾ ഇട്ടതും കുടിച്ചതും വിടുന്നതും ഒക്കെ ജനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ കൊണ്ടുവരണം. അതല്ല അതിന്റെ അപ്പുറത്തേക്ക് ഇനി അടുത്ത തെറികൾ ഗവേഷണം ചെയ്തോ അതും കൊണ്ടും വരണം. എന്നെ നീ എത്ര തെറി പറഞ്ഞാൽ ഞാനത് ആസ്വദിക്കും. കാരണം എനിക്കറിയാം നീ എന്നെ പറയുന്ന ഓരോ തെറിയിലും നീ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്ന്. ആ തെറി പറയുമ്പോൾ നിന്റെ മാനസികാവസ്ഥ എത്രത്തോളം ദുർബലവും എത്രത്തോളം അപകടകരവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മൻസൂറെ, എനിക്ക് നല്ല വിഷമം അതിലുണ്ട്. നിനക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാക്കിയതിൽ വിഷമുണ്ട്. നീ ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തി വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.